ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ വീട്ടിലെ കറിവേപ്പില ചെടിയെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമുക്കത് ഒരു അത്യാവശ്യ വസ്തുവായതുകൊണ്ട് തന്നെ ഈ ചെടി എല്ലാവരുടെ വീട്ടിലും വേണ്ടത് തന്നെയാണ്. ഞാനും 2-3 പ്രാവശ്യം 4 പ്രാവശ്യം വെച്ച് പിടിപ്പിച്ചു, പക്ഷേ പലതും കരിഞ്ഞു പോയി. അവസാനം ഇവൻ മാത്രമാണ് ഒന്ന് നന്നായി തഴച്ച് വളർന്നു വന്നത്. ആദ്യമൊക്കെ ഇത് കരിഞ്ഞു പോയതായിരുന്നു. പിന്നെ ഒരു തടമൊക്കെ കെട്ടി കുറച്ച് വളവും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആദ്യം ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ അതിന് പ്രത്യേകിച്ചൊരു ടിപ്പൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ടിപ്പൊന്നും ഫോളോ ചെയ്തിട്ടില്ല അതിന് വേണ്ടിയിട്ട്. എല്ലാം എപ്പോഴും നീർവാഴ്ചയുള്ള, അത് വെള്ളം കെട്ടി നിൽക്കാത്തൊരു സ്ഥലം, വൃത്തിയുള്ളൊരു സ്ഥലം, അത് എപ്പോഴും എല്ലാവരും പറഞ്ഞേക്കുന്നുണ്ട്. ഞാൻ ഇന്ന് മുറ്റത്താണ് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അത് വളർന്നു വന്നു. പിന്നെ വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റ്, നമ്മൾ പച്ചക്കറി ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം, ഇതെല്ലാമാണ് ഇതിന് ഉപയോഗിക്കുന്നത്, വളമായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി പൊട്ടിക്കാം. ഫ്രഷായിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മിക്കവാറും നമ്മൾ എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ചമ്മന്തിയിലും ചട്നിയിലൊക്കെ നമുക്കിത് വൃത്തിയായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ഒരു കറിവേപ്പിലയെങ്കിലും വെച്ച് പിടിപ്പിക്കണം എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ വിഷം തളിക്കുന്നത് ഈ കറിവേപ്പിലയിലാണെന്ന് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായി നല്ല ഒരു ആഹാരവസ്തു ഉണ്ടാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു കറിവേപ്പില തൈ നട്ടു വളർത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ടിപ്സൊന്നുമില്ല. താങ്ക് യു.